بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്നേഹാദരണീയരായ ഖുർആൻ പഠിതാക്കളെ, നമ്മൾ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഇന്നലത്തെ ക്ലാസ്സില് നമ്മളെ ഹുറൂഫുൽ ഹൽഖ് പറഞ്ഞു. അതോടൊപ്പം തന്നെ തുടർന്ന് കുറച്ച് ലെറ്റേഴ്സ് കൂടെ അതിന്റെ മഖ്റജ് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ തുടർന്നുള്ള 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മഖാരിജുൽ ഹുറൂഫ് തന്നെയാണ് പരിശീലിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മഖ്റജുകൾ ശരിയായി വന്നാലാണ് നമുക്ക് ഏതൊരു ഭാഗം എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിലൊരു പൂർണ്ണത നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയം, ഈ ഒരു പീരീഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോവാന്. അപ്പൊ ഞാനിവിടെ സംസാരിക്കുമ്പോൾ തന്നെ അതിന്റെ വശങ്ങൾ പറയുമ്പോൾ, ഓരോ മഖ്റജും സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ തന്നെ അതിന്റെ കൂടെ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, എങ്ങനെയാണ് വരുന്നത് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഓരോ ഭാഗം എടുത്ത് ഓതുമ്പോഴും നമ്മൾ പരിശീലിച്ച അക്ഷരങ്ങൾ അത് കറക്റ്റായിട്ട് പരമാവധി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിന്റെ മഖ്റജ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് തുടക്കം എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. ഇനി നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കുറച്ച് ലെറ്റേഴ്സിന്റെ മഖ്റജ് കൂടെ സൂചിപ്പിക്കുക, അതിന്റെ ഒരു പരിശീലനവും അതോടൊപ്പം തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കൂടെ, മഖ്റജും കൂടെ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടേ. മഖാരിജുൽ ഹുറൂഫ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ. മഖാരിജ് പറഞ്ഞാല് ഉത്ഭവസ്ഥാനങ്ങൾ, ഹുറൂഫ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ. അതില് ഹുറൂഫുൽ ഹൽഖ് നാം നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ പരിശീലനവും നാം ഏറെക്കുറെ പറയുകയുണ്ടായി. ഹുറൂഫുൽ ഹൽഖ്, തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങൾ, അതാണ് ഹുറൂഫുൽ ഹൽഖ് എന്ന് പറയുന്നത്. തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന 2 അക്ഷരങ്ങൾ, ആ എന്ന അക്ഷരവും ഹ എന്ന അക്ഷരവും. അതോടൊപ്പം തന്നെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അ എന്ന അക്ഷരവും, ഐൻ എന്ന അക്ഷരവും, അതോടൊപ്പം തന്നെ ഹ എന്ന അക്ഷരവും, ഐൻ അതുപോലെ ഹ.
മറ്റൊന്ന് തൊണ്ടയുടെ വായയോട് അടുത്ത ഭാഗം, അതാണ് ഹ, അതുപോലെ വ, വൈൻ, വൈൻ, അതുപോലെ ഹ. ഈ 6 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഹൽഖ് എന്ന് നാം പറയുകയുണ്ടായി. അതിനാണ് കൂടുതൽ പരിശീലനം വേണ്ടതും. പിന്നെ അത് പ്രാക്ടിക്കലി നമുക്കത് കഴിയുന്നുണ്ടോ എന്ന് ഓരോ പദങ്ങൾ ഉച്ചരിക്കണം. അതോടൊപ്പം തന്നെ ഫാത്തിഹ അതുപോലെ മറ്റു സൂറകളൊക്കെ ഓതുന്ന സമയത്ത് അത് മഖ്റജ് അനുസരിച്ച് മഖ്റജിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തണം. സിമ്പിൾ ആണ് ആ എന്ന അക്ഷരമൊക്കെ. ആ എന്ന് പറയുമ്പോൾ നമ്മൾ ഓതുന്ന സമയത്ത് ആ എന്ന അക്ഷരം ഒരു പക്ഷേ ഐനിലേക്കും അല്ലെങ്കിൽ ഹായിലേക്കും ഒക്കെ മാറിപ്പോവാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം നാം ഇന്നലെ കുറച്ച് ലെറ്റേഴ്സ് കൂടെ അതിന്റെ മഖ്റജ് കൂടെ മനസ്സിലാക്കേണ്ടായി. നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന്, അതുപോലെ അതിന്റെ മധ്യഭാഗത്ത് നിന്ന്, അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന്, ഈ 3 ലെവലിൽ നിന്നാണ് ഹുറൂഫുൽ ഹൽഖ് വരുന്നത്, തൊണ്ട. ഇനി തൊണ്ടയുടെ നാവിന്റെ അങ്ങേയറ്റവും അതിന് നേരെയുള്ള മേലെണ്ണാക്കും മേൽഭാഗവും ചേർന്നിട്ടാണ് ഖ എന്ന അക്ഷരം വരുന്നത്. തൊണ്ട കഴിഞ്ഞു വായയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിന്നാണ് ഖ എന്ന അക്ഷരം വരുന്നത്. ഖ. സഖല്, സഖല, ഫലഖ്. ഉദാഹരണം ഫലഖ്, ഹഖ്. അതാണ് നാവിന്റെ അങ്ങേ അറ്റം എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ട കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ഭാഗം. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് മഖ്റജ് ഏതാന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഓർഡറിൽ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് അതിന്റെ മഖ്റജ് എവിടെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. ഖ. പിന്നെ അടുത്ത അക്ഷരാണ് കാഫ്, ക. അത് ഖാഫിന്റെ സ്ഥാനത്തോടടുത്ത് തന്നെ നാവിന്റെ അങ്ങേയറ്റം. നാവിന്റെ അങ്ങേയറ്റം തന്നെയാണ് ഖ എന്ന ലെറ്റേഴ്സ് കഴിഞ്ഞ് തൊട്ട് മുമ്പുള്ള ഭാഗം, അതിന്റെ അടുത്തുള്ള ഭാഗം ഖാഫിന്റെ. ക. ഫിക്ർ, ഫക്കറ, ഫിക്ർ, ഫക്കറ. ഇവിടെ ക്ക് എന്നൊരു ഇത് പറഞ്ഞു നോക്കണം. ഫിക്ക്. ഖാഫിന്റെ സ്ഥാനത്തോടടുത്ത് നാവിന്റെ അങ്ങേയറ്റം. കൗസർ, യക്ദിബൂൻ, യക്ദിബൂൻ, കൗസർ. നമ്മളത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. തകാസുർ, അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ. അൽഹ, അവിടെ ഹ എന്ന അക്ഷരം വരുന്നുണ്ട്. കു, അൽഹാക്കു, അവിടെ ഈ കാഫാണ് വന്നത്. അൽഹാക്കും. പിന്നെ തകാസുർ, തകാസുർ, അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ. മറ്റൊന്ന് ജ, ഷ, യ. 3 ലെറ്റേഴ്സ് ആണ്. 3 ലെറ്റേഴ്സും ഒരേ മഖ്റജിൽ നിന്നാണ് വരുന്നത്. ജ, ഷ, യ. നമ്മുടെ നാവിന്റെ മധ്യവും അതിന് തൊട്ടുള്ള മുകൾ ഭാഗവും. നമ്മുടെ നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ജ, ജ, ഷ, യ, യ. ഫജ്ർ, ഫജ്ർ. കോളത്തിൽ ഓരോ വേർഡുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫജ്ർ, അതുപോലെ ഫജ്ജറ. ജ എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ മഖ്റജ് പൂർണ്ണമായി വരില്ല. ജ, ഫജ് എന്ന് തന്നെ പറയണം. സൂറത്തുൽ ബുറൂജ് ഒക്കെ ഓതുമ്പോ വസ്സമാഇ ദാതിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. അത് ഖുതുബ്, ജദ് 5 അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങള് സുക്കൂനോട് കൂടി വരുമ്പോ അതിനൊന്നുകൂടെ നാം തഫ്ഹീമാക്കിയിട്ടാണ് പറയാ, കനപ്പിച്ചിട്ട് പറയും. ജ് 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 എന്ന് വ്യക്തമാക്കി പറയണം. ഫജ്ർ, ഫജ്ജറ. ഓക്കെ. അങ്ങനെയാണ് അതിന്റെ പ്രാക്ടീസ് വരേണ്ടത്. മറ്റൊന്ന് ഷ, സെയിം മഖ്റജ് തന്നെയാണ്. നാവിന്റെ മധ്യവും അതിന് നേരെയുള്ള മേലെണ്ണാക്കും. ഫജ്ർ, ഫജ്ർ. ജന്ന, ജൂ, യജ്അൽ, യജ്അൽ. മറ്റൊന്ന് ഷ എന്ന അക്ഷരാണ്. ഷ, ഷ വരുന്നത് നാവിന്റെ മധ്യവും അതിന് തൊട്ടുള്ള മുകൾ ഭാഗവും മേലെണ്ണാക്കും ചേർന്നിട്ട് സെയിം മഖ്റജ് തന്നെയാണ്. ജ, ഷ, യ. ഉദാഹരണം എന്ന കോളത്തില് ഷിതാ, ഷംസ്, ഷംസ്, ഷിതാ. ശുക്ർ, ഫറാഷ്,
അങ്ങനെയുള്ള ഷ വരുന്ന വേർഡുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മിൻ ശർരി മാ ഖലഖ്. ഇവിടെ ഖായും വരുന്നുണ്ട്. മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി അങ്ങനെ ഷാ വരുന്ന ഭാഗങ്ങള് പ്രത്യേകം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ ഏതാണോ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് അതിനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് സിമ്പിളാക്കി കൊണ്ടുവരണം. പിന്നീട് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് അതിന്റെ ഒരു അക്ഷരങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഓതാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് മഖ്റജിൽ നിന്ന് പുറത്തേക്ക് വരില്ല. നല്ല വായ ഓപ്പൺ ആക്കിയിട്ട് നല്ല ശബ്ദത്തിൽ നമ്മൾ ഓതണം. അപ്പോഴാണ് എല്ലാ ലെറ്റേഴ്സിനും നമുക്കൊന്ന് ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ഒതുങ്ങി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരക്ഷരം ക്ലിയർ ആകുമ്പോൾ മറ്റേ അക്ഷരം മിസ്സിങ് വരും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ നല്ല പ്രാക്ടീസ് ഈ കാര്യത്തിൽ വേണം. മറ്റൊന്ന് യ, നാവിന്റെ മധ്യവും അതിന്റെ മുകൾ ഭാഗവും മേലെണ്ണാക്കും ചേർന്ന് വരുന്ന അക്ഷരാണ് യ. ഐദ്, അയ്യദ, കൈദ്, യൂലദ്, ലം യലിദ് വലം ലം യലിദ് യലിദ്. അതുപോലെ വലം യൂലദ് വലം യകുല്ലഹു യകുല്ലഹു, ഖയ്യിമ ഖയ്യിമ. അതുപോലെ ഖൈർ ഖൈർ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഖൈറൻ യറ യ. അതുപോലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ ശർറൻ യറ. അങ്ങനെയാണ് മഖ്റജുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഭാഗം ള. ഇത് ഇന്നലെ പറഞ്ഞതാണ്, ഒന്നുകൂടെ ആവർത്തിക്കുന്നത് നമുക്ക് അതിന്റെ മഖ്റജിന്റെ ഭാഗത്തു നിന്നാണ് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ്. അത് മറന്നു പോവരുത്. അപ്പൊ അങ്ങനെ റിപ്പീറ്റേഷൻ നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം ഓരോ അക്ഷരത്തെയും നമ്മൾ എടുത്ത് ഇങ്ങനെ നമുക്കൊരു അക്ഷരം പറഞ്ഞു നോക്കുമ്പോൾ അതിന്റെ മഖ്റജിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് നമുക്കിങ്ങനെ ഓർത്തെടുക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്കതൊന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു നോക്കാൻ കഴിയുള്ളൂ. ള, സാദിനെ പുള്ളിട്ട ള ആണ്. ഗൈരിൽ മഗ്ദൂബി, അതുപോലെ ഫാത്തിഹയില് രണ്ട് ഭാഗത്ത് ഈ ലെറ്റർ വരുന്നുണ്ട്. ഇത് നമുക്ക് പലപ്പോഴും മിസ്സിങ് വരാറുണ്ട്. ഏറ്റവും വലിയ മഖ്റജാണ്, മറ്റുള്ള അക്ഷരക്കാളിലും കൂടുതൽ വലിയൊരു മഖ്റജാണ് ഈ ളാദിന് വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല നിങ്ങളോട് ഇതിന്റെ ഈ അക്ഷരം ഒന്ന് നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളത്. അതായത് അള്ളാ എന്ന് പറയുമ്പോഴും അതുപോലെ താന് പുള്ളിട്ട ളാ ഉച്ചരിക്കുന്നതും രണ്ടും വേറെയാണ്. അതോടൊപ്പം സാദിന് പുള്ളിട്ട ളാദ് ഉച്ചരിക്കുന്നതും വേറെയാണ്. മൂന്ന് തരത്തിലാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകം നാം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് മറ്റുള്ള രണ്ട് ലെറ്റേഴ്സ് നമ്മൾ പിന്നീട് സംസാരിക്കും. ളാദ്, സാദിന് പുള്ളിട്ട ളാദ് നമ്മൾ ളാദ് എന്നാണ് പറയുക. നാവിന്റെ പാർശ്വവും അതിനോടടുത്ത മേലെ അണപ്പല്ലുകളും ചേർന്നിട്ടാണ്. മേലെ അണപ്പല്ല് നമ്മുടെ വായയുടെ പാർശ്വം മേലെ അണപ്പല്ലിൽ തട്ടണം. അപ്പോഴാണ് ള ആവുന്നത്. ള. മഗ്ദു, മഗ്ദു നമ്മൾ പറയുമ്പോ നമ്മുടെ നാവിന്റെ പാർശ്വം, നാവിന്റെ സൈഡ് ഹഫത്തൽ ലിസാൻ എന്നാണ്, അല്ലെ അദ്രാസിലെ വലിയ, അതായത് മേലെ അണപ്പല്ലില് നാവിന്റെ അരിക് അണപ്പല്ലിൽ ടച്ച് ചെയ്യണം. അപ്പോഴാണ് അറബി കിതാബിൽ അങ്ങനെയാണ് അതിന്റെ മഖ്റജ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ അത് പരിശീലിക്കേണ്ടത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് പല്ലുകൾക്കൊക്കെ ഓരോ പേരുണ്ട്. ഫസ്റ്റ് നമ്മളെ അവസാനമായി വരുന്ന ഒരു പല്ലുണ്ടല്ലോ, ആ പല്ലിന്റെ പേരാണ് നവാജിദ് എന്നാണ് ആ പല്ലിന് പറയാം. നവാജിദ്. പിന്നെ അതിനുശേഷം വരുന്ന പല്ല്, മൂന്ന് പല്ലുകള്, ആ പല്ലുകൾക്കാണ് തവാഹീൻ. അതുപോലെ അതിനുശേഷം ഒരു പല്ലും കൂടെ വരുന്നുണ്ട്, നവാജിദ്, തവാഹിക്ക്, ലവാഹീൻ. ഇതാണ് മൂന്ന് പല്ലുകൾ. അപ്പൊ
3, 2 5 പല്ലുകൾ അവസാനം മുതൽ നമ്മുടെ അവസാനം വന്ന കോട്ടത്തെ പല്ല് ഉൾപ്പെടെ ഇങ്ങോട്ട് 5 പല്ലുകളാണ്. ആ 5 പല്ലുകളിലാണ് നമ്മുടെ നാവിന്റെ പാർശ്വഭാഗം ടച്ച് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ള ഉച്ചരിക്കുക. ള. അത് അള്ളാ എന്ന് പറയുന്ന പോലെ ആവരുത്. താഇന് പുള്ളിട്ട ലാ എന്ന അക്ഷരത്തിന്റെ മഖ്റജും ആയി വരാൻ പാടില്ല. അതിന് രണ്ടിനും നമ്മളെ ഈ പറഞ്ഞ പല്ലുകളിൽ നാവിന്റെ പാർശ്വം ടച്ച് ചെയ്യേണ്ടതില്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് മാത്രമാണ് നാവിന്റെ പാർശ്വഭാഗങ്ങൾ, സൈഡ് ഭാഗം മേലെ അണപ്പല്ലിൽ ടച്ച് ചെയ്യേണ്ടത്. അത് അങ്ങനെ പറഞ്ഞ് പരിശീലിക്കണം. അള്ളാ എന്ന പോലെ പറയരുത്. അള്ളാ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ തലപ്പ് ഭാഗം പിന്നെ മോണയിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ലാ വരുന്നത്. ലാ. അതുകൊണ്ട് അങ്ങനെ പറയരുത്. വലല്ലാ എന്നുള്ളതും അള്ളാ എന്നുള്ളതും രണ്ടായിട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണ്ടുള്ളൂ, നാവിന്റെ സൈഡ് അണപ്പല്ലില് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പോഴാണ് അതിന്റെ മഖ്റജ് കറക്റ്റ് ആവുക. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അതുപോലെ നാവിനെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. നാവിനെ സൈഡിലേക്ക് തട്ടിക്കണം ഈ പല്ലുകളിൽ. അള്ളാ എന്ന പോലെ പറയാൻ ശ്രമിക്കരുത്. നമ്മൾ അങ്ങനെയാണ് എല്ലാവരും ഓതാറുള്ളത് സാധാരണ. മഖ്റജ് അത് തെറ്റാണ്. ഇങ്ങനെ തന്നെ നാവിനെ സൈഡിലേക്ക് തട്ടിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ലാമ്. ലാദിന്റെ സ്ഥാനം കഴിഞ്ഞ് നാവിന്റെ ഇരുപാർശ്വങ്ങൾ, അതായത് 5 പല്ല് ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും പിറകിൽ നിന്നുള്ള കൂട്ടുപല്ല് ഉൾപ്പെടെ 5 പല്ലുകൾ കഴിഞ്ഞിട്ടുള്ള ഭാഗം. അവിടുന്ന് നാവിന്റെ ഇരുപാർശ്വങ്ങളും മേലെ മുൻപല്ലുകളുടെ മോണയും. അപ്പൊ ആ 5 പല്ല് കഴിഞ്ഞിട്ടുള്ള നാവിന്റെ ഇരുപാർശ്വങ്ങൾ, അതോടൊപ്പം മേലെ മുൻപല്ലുകളുടെ മോണയും. അതാണ് ല എന്ന് പറയുന്നത്. അപ്പൊ ലാമിന്റെ മഖ്റജ് ക്ലിയർ ആയല്ലോ. ഈ ലാമിനെ ഫഹമാക്കുമ്പോൾ, അതിനെ ഇരട്ടിക്കുമ്പോഴാണ്, തഫ്ഹീമായിട്ട് പറയുമ്പോഴാണ് ല വരുന്നത്. അപ്പൊ എന്റെ മഖ്റജ് ക്ലിയർ ആണല്ലോ. അപ്പൊ ലാദിന്റെ മഖ്റജും ല എന്നതിന്റെ മഖ്റജും ലാമിനെ ഫഹമാക്കി തഫ്ഹീമാക്കിയിട്ട് പറയുമ്പോഴുള്ള മഖ്റജും വ്യത്യാസമുണ്ട്. അപ്പൊ ലാമിന്റെ മഖ്റജും ലാദിന്റെ മഖ്റജും പ്രത്യേകം ശ്രദ്ധിക്കുക. ലാദ് കോട്ടപ്പല്ല് മുതൽ 5 പല്ല് വരെയുള്ള ഭാഗത്താണ് നാവിന്റെ ഭാഗം ടച്ച് ചെയ്യേണ്ടത്. അതിനുശേഷമുള്ള മുൻപല്ല്, അവിടെ മുതൽ നമ്മുടെ ചിരിപ്പല്ല്, ഞാൻ ചിരിക്കുമ്പോൾ കാണുന്ന അവസാനത്തെ ഒരു പല്ല് ഉണ്ടല്ലോ, ആ പല്ല് മുതൽ നമ്മുടെ മുൻപല്ല് വരെ, അതാണ് ആ ഭാഗത്ത്, അതിന്റെ മോണയിലാണ് നമ്മുടെ നാവിന്റെ പാർശ്വം ടച്ച് ചെയ്യേണ്ടത്. അപ്പോഴാണ് ല വരുന്നത്. പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സ്ഥാനങ്ങൾ മനസ്സിലാവും. നമ്മളെ മുന്നത്തെ ഭാഗം ചിരിക്കുമ്പോൾ കാണുന്ന പല്ലുകളുടെ മോണയിലാണ് ല പറയുമ്പോൾ നമ്മുടെ നാവ് ടച്ച് ചെയ്യേണ്ടത്. ലഹബ്. അതിനെ ഫഹമാക്കി പറയുക, തഫ്ഹീം കട്ടി കൂട്ടി പറയുമ്പോൾ ആണ് ല വരുന്നത്. ഏറ്റവും കൂടുതൽ ഫഹമാക്കേണ്ട ഒരു ലെറ്റർ ആണ് ല. ലഫ്ദുൽ ജലാല, അള്ളാ എന്ന പദം, അള്ളാ എന്ന് നമ്മൾ പറയുമ്പോൾ ല എന്ന മഖ്റജാണ് അതിനെ ഫഹമാക്കി കട്ടി കൂട്ടി പറയുമ്പോഴാണ് അള്ളാ എന്നാവുക. അപ്പൊ അള്ളാ എന്ന മഖ്റജും നേരത്തെ പറഞ്ഞ വലല്ലാ എന്ന മഖ്റജും സെയിം ആണോ? അല്ല. അപ്പൊ രണ്ടും രണ്ടായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ അതിനെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഓക്കെ. ഇത് രണ്ടും കൂടുതൽ പറയാൻ കാരണം അത് നമ്മൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നേ വേണം. മറ്റൊന്ന് ഞാണ്. ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മഖ്റജ് ഇങ്ങനെ ഏറെക്കുറെ കിട്ടും. നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ മോണയും. മുൻപല്ലിന്റെ മോണയിലേക്ക്, ആ പൊത്തിലേക്ക് നമ്മുടെ നാവിന്റെ അറ്റമങ്ങ് ചേർത്ത് വെച്ചാല് ഞാ വരും. സിമ്പിൾ അല്ലേ? മിൻഹാജ്, സുന്നത്ത്, മിൻ ഖൗഫ്,
നസ്ർ ന. ഓക്കെ. മവാസീനു ഇന്ന ഷാനിഅക ഇന്ന ഷാനിഅക മവാസീനു നസ്ർ. സൂറത്തു നാസൊക്കെ ഓതിയാൽ നമുക്ക് ക്ലിയർ ആയി പറയാം, ബുദ്ധിമുട്ടില്ലല്ലോ. സിമ്പിൾ ആണ്, പറയാനും ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ. അടുത്തത് റാഇന്റെ കേസ്, നമ്മൾ റാഇന്റെ മഖ്റജ് ആദ്യം മനസ്സിലാക്കാം. നാവിന്റെ തലയുടെ പുറംഭാഗം, നാവിന്റെ തലയുടെ പുറംഭാഗം, മേലെ മുൻപല്ലുകളുടെ മോണയും, മേലെ മുൻപല്ലുകളുടെ മോണയില് നാവിന്റെ തലയുടെ തൊട്ട് പുറംഭാഗം ടച്ച് ചെയ്യുമ്പോൾ റാ വരും. റാ മഖ്റജ് ഒന്ന് ശ്രദ്ധിക്കുക, അതോടൊപ്പം നമ്മൾ പറഞ്ഞു നോക്കുക. റാ, നാവിന്റെ തലയുടെ പുറംഭാഗം മേലെ മുൻപല്ലിന്റെ മോണയില്, ആർച്ചിന്റെ ഭാഗം, നാവിന്റെ പല്ലിന്റെ മുരട് ഭാഗത്ത്, മുരട് ഭാഗമായിട്ടുള്ള മോണ ഉണ്ടല്ലോ, മോണ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ പല്ലിന്റെ മുരട് ഭാഗം കഴിഞ്ഞിട്ടുള്ള മോണ, ഇറച്ചി, അതിൽ ടച്ച് ചെയ്യുമ്പോ റാ റാ റാ. ഫർള്, ഖുർറത്ത്, റബ്ബ്, മർഹമ മർഹമ. അതുപോലെ യസ്ദുറു, സൂറത്തുൽ ഖദർ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദർ ഖദർ. വമാ അദ്റാക അദ്റാക. മഖ്റജ് ക്ലിയർ ആണല്ലോ. നാവിന്റെ തലയുടെ പുറംഭാഗം മുൻപല്ലിന്റെ മോണയിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് റാ പറയേണ്ടത്. പിന്നെ റാഇന്റെ ഫത്ഹ് അതുപോലെ കെസ്റ് ലൊമ്മ് വരുമ്പോ സൗണ്ടിൽ വ്യത്യാസം വരും. റാ എന്ന് നമ്മൾ തഫ്ഖീം ഫഖമായിട്ടാണ് പറയേണ്ടത്. നേരത്തെ ലാ പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ റാ എന്ന് പറയരുത്. ബിസ്മില്ലാഹി റഹ്മാനി റാ പറയരുത്, റാ എന്നാണ് പറയേണ്ടത്. ഫതഹ് വരുമ്പോഴും അതുപോലെ എന്താണ് ലൊമ്മ് വരുമ്പോഴും. ഓക്കെ. പിന്നെ സുക്കൂൻ വരുന്ന സന്ദർഭങ്ങളില്, ചില സന്ദർഭങ്ങളിൽ എന്ന് പറയും, ചിലപ്പോ അതിനെ ചെറിയ തർക്കീഖാക്കിയിട്ട് പറയും, കാരണം കുറച്ചിട്ട് പറയും. ഫിർഔൻ, അവിടെ ഫിർഔൻ എന്ന് പറയില്ല. കാരണം സുക്കൂനുള്ള റാഇന്റെ ഒരു ഹാലത്തുകൾ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മള് മറ്റൊരു ക്ലാസ്സിൽ അത് പറയും, ആ സമയത്ത് സൂചിപ്പിക്കാം. ഓക്കെ. റബ്ബ്, മർഹമ, റാ, ഖുർറത്ത്. ഇനി അടുത്തൊരു മഖ്റജ് കൂടെ പറയാണ്, ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് മൂന്നും ഒരേ മഖ്റജിൽ നിന്നാണ് വരുന്നത്. ഒന്ന് ഇന്നലെ പറഞ്ഞ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ഷൈത്താനി ത, ചുണ്ട് കൂട്ടാതെ, ചുണ്ടിന്റെ ചലനമില്ലാതെയാണ് ത പറയേണ്ടത്. ഫിത്തർ, ത, ഹിത്ത, ഹിത്ത, ഹിത്ത. നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ മുരടും, നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരട് ഭാഗം, അതിൽ ത ത ത. ത്വ എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ പറയരുത്. ത്വ എന്ന് ചുണ്ട് ചലിപ്പിച്ച് പറയരുത്. ചുണ്ട് ചലിപ്പിക്കാതെ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരടിൽ ടച്ച് ചെയ്യുക. ആ പൊത്തിലേക്ക് അങ്ങ് വെച്ചാൽ മതി, ആ നാവിന്റെ അറ്റം. ത ത ത. ദ ത ത ദ ത ത ദ ത ത. മൂന്നക്ഷരവും ഒന്ന് പറഞ്ഞു നോക്കിയാല് ദ ത ത. ദ ഫസ്റ്റ് ഞാൻ പറയുന്നത് ദ എന്ന അക്ഷരാണ്. ഈ കോളത്തിൽ കാണുന്ന സെൻട്രൽ അക്ഷരാണ് ആദ്യം പറയുന്നത്, ദ. പിന്നെ ലാസ്റ്റിലുള്ള ത, പിന്നെയാണ് ഫസ്റ്റത്തെ അക്ഷരം പറയുന്നത്. ദ ത ത ദ ത ത ദ ത ത. ഓക്കെ. മൂന്നിന്റെയും മഖ്റജ് ഒന്നാണ്. ത ഉച്ചരിക്കുമ്പോൾ ചെറിയ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. ദ ത ത ദ ത ത. ഇസ്തിഅലാന്റെ അക്ഷരം കൂടിയാണ്, പിന്നെ തഫ്ഖീമായിട്ട് പറയേണ്ട അക്ഷരാണ്. അതുതന്നെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ദ ത ത ദ ത ത ത. ഫിത്തർ, ഹിത്ത, തആം, മത്ത, മത്ത, മത്തല. ഈ മൂന്നക്ഷരം ഉച്ചരിക്കുമ്പോ താഇന് മാത്രമാണ് നമ്മൾ ഫഖമാക്കിയിട്ട് പറയേണ്ടത്, കനപ്പിച്ച് പറയേണ്ടത്. ദ ത ത
ഷെയ്ത്താൻ ഷെയ്ത്താൻ. ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നു. ത്വാ ഉച്ചരിക്കുമ്പോ ചുണ്ട് ചലിപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഷെയ്ത്താനി ഷെയ്ത്താനി. ഓക്കെ. തആം മത്ലഅ തിബാഖ് ത്വയ്. അതുപോലെ സൂറത്തുൽ ഹുമസ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة في الحطمة حطمة ഹുത്വ ചുണ്ട് ചലിപ്പിക്കാതെ പറയാൻ ശ്രമിക്കുക. വമാ അദ്റാക മൽ ഹുതമ. അതങ്ങനെ പരിശീലിക്കണം നമ്മൾ. അതോടൊപ്പം ദാലിന്റെ അക്ഷരം ദാലിന്റെ ഭാഗം അങ്ങനെ തന്നെയാണ്. മുദ്ദ റദ്ദമ അദ്ദദ അദ്റാക ദീൻ യഅബുദൂൻ. സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ ദാൽ നമുക്ക് ഒന്നുകൂടെ വ്യക്തമാവും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ക്ലിയർ ആണല്ലോ? നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരടിൽ ടച്ച് ചെയ്യണം. ഓക്കെ. മറ്റൊന്ന് ത എന്ന അക്ഷരം. ത ത ത ഫത്ഹ് മത്തഅ തുറാബ് ഖഫത്ത്. ത നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരടിൽ ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഈ 3 അക്ഷരങ്ങളും പറയേണ്ടത്. വത്തീനി വത്തീൻ. തബ്ബത്ത് ത തബ്ബത്ത് 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 യദാ അബീ ലഹബി വതബ്ബ. തായും ദായും ഒക്കെ സിമ്പിൾ ആണ്. ത പറയുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പറയാ. അത് ചുണ്ട് ചലിപ്പിക്കാതെ ഒന്ന് ബോൾഡ് ആയിട്ട് ഫഹമായിട്ടാണ് പറയേണ്ടത്. കട്ടിയിലാണ് പറയേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഇത്രയും ലെറ്റേഴ്സ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശൈത്താനി എന്ന് പറയുമ്പോ അത് ത ആയി പോവരുത്. എന്നാ പ എന്നതിന്റെ സൗണ്ട് കൃത്യമായി പറയും വേണം. ചുണ്ട് ചലിപ്പിക്കും ചെയ്യരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശൈത്താനിർ റജീം. അതില് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടുതലുള്ളത് ഈ ത എന്ന അക്ഷരാണ്. ത നമ്മൾ തോ എന്ന് പറയും. തോണി അറിയണ മാതിരി മലയാളത്തിൽ തോ എന്ന് പറയരുത്. അത് അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അഊദു അഊദു ഐന് അലിഫ് അതുപോലെ ഐന്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനി റജീം. സ്ക്രീനിൽ ഒന്ന് കാണിക്കാം ഫാത്തിഹ. ഓക്കെ. സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീന് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇന് ഉച്ചരിക്കേണ്ടത് ഇന്നലെ പറഞ്ഞു തന്നു. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എല്ലാരും ഔദു ഒന്ന് ചൊല്ലി നോക്കുക.
അഊദു ആ വേറെ ഐന് വേറെ. ആ എന്നത് തൊണ്ടക്കുഴിയിൽ നിന്നാണ്, ഐന് നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഷൈത്വാനി പറയുമ്പോ ത്വ എന്നാവരുത്, ചുണ്ട് ചലിപ്പിക്കാതെ പറയാൻ ശ്രമിക്കുക. പിന്നെ റ എന്നുള്ളത് റ പറയാതെ റ എന്നാവുക, അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി എന്ന് വരണം, റ എന്ന് വരണം, റഹ് 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 തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന്. റഹ്മാനി. ഞാൻ ഇത് പറയുമ്പോ നിങ്ങളും പറയണേ, നിങ്ങൾ പറഞ്ഞ് നോക്കണേ. റഹ്മാനി റഹീം. സാധാരണ ഹ വരുമ്പോ റഹ്മാനി ഹ ആയി പോവാറുണ്ട്. അത് തൊണ്ടക്കുഴിയിൽ നിന്നാണ് ഹ എന്ന അക്ഷരം. ഇത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പരിശീലിക്കണം. റഹ്. മറ്റേ റഹ് ഹ എന്നാവും. പിന്നെ ബിസ്മില്ലാഹി എന്ന് പറയും. ബിസ്മില്ലാഹി എന്ന ഒരു യാന്റെ ശബ്ദം അവിടെ വരരുത്. ബിസ്മില്ലാഹി അവിടെ ഹ എന്ന അക്ഷരാണ്. തൊണ്ടക്കുഴിയിൽ നിന്നുള്ള ആ എന്ന അക്ഷരവും ഹ എന്ന അക്ഷരവും ഉണ്ട്. ഹ ആണ് ഇവിടെ വന്നത്. ബിസ്മില്ലാഹി. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നന്നായി വായ ഓപ്പൺ ആക്കിക്കൊണ്ട് നല്ല ശബ്ദത്തിൽ ബിസ്മി എന്ന് ചൊല്ലിയൊക്കെ എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഫാത്തിഹ ചൊല്ലിപ്പിക്കും നിങ്ങളെ കൊണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ആയത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു. അൽഹംദു. അൽ അവിടെയും ഹ ശ്രദ്ധിക്കണം. അൽഹംദുന്നോ അല്ലംദുന്നോ ആവരുത്. ലാമിന്റെ സുക്കൂന് വെളിവായിട്ട് ഹ പറയണം. അൽഹംദു. അൽഹംദു. അവിടെ പോസിംഗ് ഒന്നും വേണ്ട. അൽഹംദു അൽഹംദു അൽഹംദു. പിന്നെ ലില്ലാഹിയാണ്. ലില്ലാഹി അത് അള്ളാഹു എന്ന പദമാണ്. പക്ഷെ കസ്റ് വരുമ്പോ ലില്ല ആക്കിയിട്ടാണ് പറയാ. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയും. ഇപ്പൊ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അൽഹംദു ലില്ലാഹി. റാഇന് നീല കളറിൽ കൊടുത്തിരിക്കുന്നത് റാ എന്ന് പറയാനും വേണ്ടിയിട്ടാണ്. റാ. ഓക്കെ. റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ എന്നുള്ളിടത്ത് ശ്രദ്ധിക്കേണ്ടത് റബ്ബില്ല് റബ്ബില്ല് റബ്ബില്ല റബ്ബില്ലാല റബ്ബില്ല അങ്ങനെ പറയരുത്. റബ്ബിൽ സുക്കൂൻ, ലാമിന്റെ സുക്കൂന് വെളിവാക്കിയിട്ട് ഐന് പറയണം. റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ. ഓക്കെ. അങ്ങനെ പറഞ്ഞു നോക്കുക. റബ്ബിൽ ആലമീൻ. നമ്മൾ ചേർത്ത് പറയുമ്പോൾ റബ്ബിൽ ആലമീൻ റബ്ബില്ല. അപ്പോൾ ലാമിന് ശ്രദ്ധയായിട്ട് വരും. റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത്. റബ്ബിൽ ആലമീൻ. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓക്കെ. ഇനി അടുത്ത ആയത്ത്. അർറഹ്മാനിർ റഹീം. റഹ്മാനിർ റഹീം ബിസ്മിയിൽ പറഞ്ഞതാണ്. റാ എന്ന് തഫ്ഖീമായിട്ട് പറയണം. പിന്നെ ഹ വരണം. റഹീം എന്ന് പറയുമ്പോൾ ഹ എന്ന അക്ഷരം വരണം. അവിടെ ഹ ആയി വരരുത്, ശ്രദ്ധിക്കുക. റഹ്മാനി റഹീം. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഹ വരുന്നത്. അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ റഹ്മാൻ ആവും, ഹ ആയി പോവും. അങ്ങനെ ചെയ്യരുത്. അർറഹ്മാനി റഹീം. അർറഹ്മാനി റഹീം. അർറഹ്മാനി റഹീം. അർറഹ്മാനി റഹീം. ഇങ്ങനെയാണ് ആയത്ത് ഓതേണ്ടത്. പിന്നെ നമ്മുടെ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് അത് നോർമൽ നീട്ടുന്ന മദ്ദുകളാണ്. ആ ഈ ഉ ഈ രീതിയിൽ നീട്ടുന്ന ഭാഗങ്ങളാണ് ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മനസ്സിലാകാൻ വേണ്ടി പറയാണ്. അർറഹ്മ മാ കുറച്ച് നീട്ടാണല്ലോ. അതുപോലെ റഹീം യാ ഈ ഹി എന്ന് പറഞ്ഞ കുറച്ച് നീട്ടാ. ഹി അതിനാണ് അങ്ങനെ കളറിൽ കൊടുത്തിരിക്കുന്നത്. അർറഹ്മാനി റഹീം. അടുത്തായത് മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമി. മാലിക് യൗമി. മാലിക് യൗമി. അവിടെ മാലിക് യോ എന്നാ വരരുത്. യോ യോ. മാലിക് യൗ യോ യോ അങ്ങനെ വരരുത്. യോ എന്ന് വരരുത്. യാ വരണം. യൗമി. മാലിക് യൗമി. മാലിക് യൗമി. മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ. യൗമി യൗമി. യാ
നമ്മൾ മഖ്റജ് പഠിച്ചല്ലോ, ഇയ നാവിന്റെ മധ്യവും അതിന് തൊട്ട് മുകളിലുള്ള അണ്ണാക്കും ചേർന്നിട്ട് ഇയ ഇയ ഇയ. മാലികി യൗമി മാലികി യൗമി മാലികി യൗമി. കാഫിന്റെ സൗണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. മാലിക്കി കി മാലിക്കി മാലിക്കി. പിന്നെ മാ ഉച്ചരിക്കുന്നത് ചെറിയൊരു ഒരു പിന്നെ ഹിമാലത്ത് ചെറിയൊരു ചെരിവ് ഇങ്ങനെ ഉണ്ടാവും. എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ചെരിവ്. നമ്മളെ ഇംഗ്ലീഷില് MAN എന്ന് എഴുതിയാൽ എന്താ വായിക്കുക? മാൻ എന്നാണ് വായിക്കുക. മാൻ എന്ന് വായിക്കൂലല്ലോ. മാൻ മാൻ എന്നതുപോലെ ചെറിയൊരു ഹിമാലത്ത് ഒരു ചെരിവ് ഉണ്ടാവും അറബിയിലെ ഈ അക്ഷരങ്ങൾക്കൊക്കെ. എന്നൊക്കെ പറയുമ്പോ മാലിക്ക് മേന്നും ആവരുത്, പറ്റേ നന്നായി ചരിക്കാനും പാടില്ല. മാലികി യൗമി മാലികി യൗമിദ്ദീൻ. ഇനി ആ നാലായത്തൊന്നുകൂടെ ഓതാ, ഔദ് ഉൾപ്പെടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഷൈത്താനി താ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ. ഓക്കെ, അടുത്ത ആയത്തോടെ പറയാം. ഇയ്യാക നഅ്ബുദു. ഇയ്യ ഇയ്യ ഇയ ശ്രദ്ധിക്കുക. ഇയ്യാക നഅ്ബുദു. ഐന് വരണം. നഅ്ബുദു നഅ്ബുദു. ഇയ്യാക നഅ്ബുദു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക വ ഇയ്യാക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ നസ്തഈൻ. ഐന് ശ്രദ്ധിക്കണം. നഅ്ബുദു നസ്തഈൻ. നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഐൻ വരുന്നത്, അതുപോലെ ഹാഉം വരുന്നത്. റഹ്മാനി റഹീം, നഅ്ബുദു നസ്തഈൻ രണ്ടും വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. ഐനും ഹാവും. ഹാ പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരും, ഐന് പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ. ഓക്കെ, അടുത്തത് ഇഹ്ദിന 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 സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന ഓതുമ്പോ ഹ ആയിട്ട് വരണം. ഇഹ്ദിന ഹ ആയി പോവരുത്. ഇഹ് ഇഹ് ഇഹ്. ഈ എന്ന അക്ഷരവും ഹ് എന്ന അക്ഷരവും തൊണ്ടക്കുഴിയിൽ നിന്നാണ് വരുന്നത്. ഒന്ന് കാറ്റിനെ തടഞ്ഞു നിർത്തുകയും ഒന്ന് ഹ് എന്ന് പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരികയും ചെയ്യും. ഇഹ് ഇഹ്. അതുകൊണ്ട് അങ്ങനെ തന്നെ അതിനെ പരിശീലിക്കണം. പക്ഷെ തൊണ്ടക്കുഴിയിൽ നിന്ന് തന്നെ ഹ വരണം. ഇഹ് ഹ ആയി വരരുത്. പലരും ഓതുമ്പോ അങ്ങനെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ സി സ. ഇത് സാധു ഉച്ചരിക്കുന്നതും നമ്മൾ സി ചുണ്ട് കൊണ്ട് വളച്ച് ചുണ്ടിനെ അതിൽ ഉൾപ്പെടുത്തരുത്. സാധു ഉച്ചരിക്കുമ്പോ സാദിന്റെ മഖ്റജ് നമ്മൾ ഇൻഷാല്ല പറയും. നാവിന്റെ അറ്റവും താഴെയും മേലെയുമുള്ള മുൻപല്ലുകളുടെ ഇടയുമാണ് സ സ സ വരുന്നത്. സ അത് ഒന്ന് ഇസ്തിഅലാന്റെ അക്ഷരം കൂടിയാണ് സ. അതുകൊണ്ട് അതിനെ ഒന്ന് കനപ്പിച്ച് ഒന്ന് ഫഹമായിട്ട് പറയേണ്ടതുണ്ട്. സ സ സ. സ നമ്മള് സീന് പറയുന്നതും സ പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. സീന് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സ സ സ നോർമലായിട്ടാണ് അങ്ങനെ പറയേണ്ടത് സീന്. ഇത് സ സ. അപ്പൊ നാവ് മുകൾ ഭാഗത്ത് ടച്ച് ചെയ്യും. സ സ സ അണ്ണാക്കിലേക്ക് സ സ സ സ സ അങ്ങനെയാണ് വരേണ്ടത്. സിറ സിറ സിറാത്ത സിറാത്ത സിറാത്ത. ഇസ്തിഅലാന്റെ അക്ഷരാണ്, അതിനെ കനപ്പിച്ച് പറയണം. റാവും തഫ്ഖീമായിട്ട് പറയണം. ഫ എന്ന അക്ഷരവും തഫ്ഖീമായിട്ട് പറയണം. മൂന്നും പിന്നെ തഫ്ഖീമായിട്ട് പറയേണ്ടതാണ്. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നേ വേണം. ഇഹ്ദിന 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 സിറാത്ത ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പിന്നെ മുസ്തഖീം പറയുമ്പോൾ നമ്മൾ ഖാഫിനെ ശരിയാക്കാനും വേണ്ടി ചിലപ്പോൾ മുസ്ത എന്നാവരുത്. അവിടെ ത്വാ ഇല്ല, അവിടെ താണ്. മുസ്ത മുസ്ത. സിറാത്ത
അവിടെ ത, മറ്റേ മുസ്ത, രണ്ടും രണ്ട് സൗണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം. ഇഹ്ദിന ഇഹ്, ഇഹ്ദിന കണ്ടോ, ഇഹ്ദിന സിറാത്തൽ, സിറാത്തൽ, സിറാത്തൽ എന്നാവരുത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, 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 മുസ്ത എന്നാവരുത്. അങ്ങനെ കാഫിനെ ത്വാ പറയാനും വേണ്ടി നമ്മൾ താവിനും കൂടെ ത്വാ ആക്കി പറയരുത്. മുസ്തഖീം എന്ന് പറയരുത്, മുസ്തഖീം, 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 മുസ്തഖീം എന്ന് പറഞ്ഞ് ശീലിക്കണം. അതുപോലെ സിറാത്ത, 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 സിറാത്ത. ആദ്യം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷെ മഖ്റജ് ക്ലിയർ ആക്കി പരിശീലിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അങ്ങനെ പരിശീലിച്ചെടുക്കണം. ഓക്കെ. നമ്മള് ഇത്രയും ആയത്തുകൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. ഇത്രയും ഭാഗമാണ് നമ്മൾ ഓതിയത്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നന്നായി ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ആയത്തുകളെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഇതിന്റെ മഖ്റജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ശരിയാക്കാൻ ശ്രമിക്കണം. നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക എല്ലാ ദിവസവും. ഇപ്പൊ ഫാത്തിഹ എന്നുള്ളത് നമ്മൾ പഠിക്കല്, ഫാത്തിഹ ശരിയാവാതെ നമസ്കാരം ശരിയാവില്ലല്ലോ. അപ്പൊ അതിലുള്ള അക്ഷരങ്ങൾ നന്നായി പറയാൻ ശ്രമിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ലെറ്റേഴ്സ് കൂടെ പറയും. അതിനുശേഷം ഫാത്തിഹ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഓതി തരാനും കേൾപ്പിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ മഖ്റജൊക്കെ എന്തായിട്ടുണ്ട്. ഏകദേശം റൂട്ടിൽ കയറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഒന്ന് നിരന്തരമായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യും ഓരോരുത്തരെയും. അപ്പോ ഈ മഖ്റജ് ആവശ്യമുള്ളവർ നോട്ടിലേക്ക് അത് എഴുതി വെക്കണം. നമ്മളെ ഫോണിൽ മാത്രം കീപ്പ് ചെയ്യരുത്. മഖ്റജും അതിന്റെ ലെറ്റേഴ്സും ഒക്കെ ഒന്ന് എഴുതി വെച്ചാൽ നന്നാവും. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ മുന്നോട്ട് പോവാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ക്ലാസ് അവസാനിപ്പിക്കുക.